അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി സൂറത്ത് മുദ്ദസിറിലെ 6-7 ആയത്തുകളെ പറ്റി പറയാം. വലാ തംനുൻ തസ്തക്സിർ വലി റബ്ബിക ഫസ്ബിർ. ഇതാണ് ആ 2 ആയത്തുകൾ. ഇവിടെ വലാ തംനുൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, താല്പര്യം എന്താണ്? മന്ന യമുന്നു എന്ന ഈ പദത്തിന് അറബി ഭാഷയിൽ ദുർബലനാവുക എന്ന് ഒരർത്ഥമുണ്ട്. അതുപോലെ ചെയ്തു കൊടുത്ത ഗുണം, മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്ത ഗുണം എടുത്തു പറയുക എന്ന മറ്റൊരർത്ഥമുണ്ട്. ഈ 2 അർത്ഥമനുസരിച്ചും വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. ഒന്ന്, വലാ തംനുൻ തസ്തക്സിർ, ആളുകളോട് കൂടുതൽ ചോദിച്ചു വാങ്ങാൻ പാകത്തിൽ നീ നിർഭരനാവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ, ആളുകളോട് താൻ നിർവഹിക്കുന്ന ഈ ദൗത്യത്തിൻ്റെ പ്രതിഫലം എന്ന നിലക്കോ മറ്റോ ആളുകളിൽ നിന്ന് സമ്പത്ത് നേടിയെടുക്കാവുന്ന വിധത്തിലുള്ള സമീപനമാവരുത് എന്നാണ് ഒരർത്ഥം. മറ്റൊന്ന്, വലാ തംനുൻ തസ്തക്സിർ, നീ നിൻ്റെ ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ കാര്യത്തിൽ ദുർബലനാവാൻ പാടില്ല എന്നും പറയാം. അതല്ലെങ്കിൽ വലാ തംനുൻ തസ്തക്സിർ, ആളുകളിൽ നിന്ന് കൂടുതൽ നേട്ടം കൈവരിക്കാൻ പാകത്തിൽ നീ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഗുണങ്ങൾ എടുത്തു പറയാൻ പാടില്ല എന്നും ഇതിനർത്ഥം പറയാം. അപ്പം വളരെ വിപുലമായിട്ടുള്ള ആശയം ഉൾക്കൊള്ളുന്ന, ജനങ്ങളെ വെറുപ്പിക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വിധത്തിലോ ഉള്ള സമീപനങ്ങൾ നിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. നീ ഒരു പ്രബോധകനാണ്, ജനങ്ങളെ നന്മയിലേക്ക് നയിക്കേണ്ടവനാണ്. അപ്പോൾ ആ രംഗത്ത് നിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത് തീർത്തും ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിലും അവരെ അകറ്റാത്ത വിധത്തിലുമുള്ളൊരു സമീപനമാവണം. അതുപോലെ തന്നെ നീ ഒരു ദുർബലനാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പോകാൻ പാടില്ല. നിർവഹിക്കുന്ന ദൗത്യം അത് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ആർജവത്തോടുകൂടി നിർവഹിക്കാനാണ് നീ ശ്രമിക്കേണ്ടത്. ഈ അർത്ഥങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് വലാ തംനുൻ തസ്തക്സിർ എന്ന് പറയുന്നത്. 7-ാമത്തെ ആയത്ത് വലി റബ്ബിക ഫസ്ബിർ. ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ, വിശേഷിച്ചും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു സംഗതിയാണ്, മനുഷ്യർ പല കാഴ്ചപ്പാടുകളും പല സ്വഭാവക്കാരുമാകും. അങ്ങനെ വരുമ്പോൾ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ അത് പ്രകടമാവും. ആ സ്വഭാവ ദൂഷ്യങ്ങൾ പ്രകടമാകുമ്പോൾ, അല്ലെങ്കിൽ അവർ നിൻ്റെ നേരെ കയർക്കുമ്പോൾ, അങ്ങനെയുള്ള ഏത് സമീപനമായാലും അവിടെ എടുത്തുചാട്ടത്തിൻ്റെയോ ജനങ്ങളെ അകറ്റുന്ന വിധത്തിലുള്ള സമീപനങ്ങളോ സ്വീകരിച്ചു കൊണ്ടാവരുത് നിൻ്റെ ഈ ദൗത്യം നിർവഹിക്കുന്നത്. മറിച്ച് ക്ഷമാപൂർവം സഹനത്തോടു കൂടി ആളുകളെ മനസ്സിലാക്കി അവരോട് പെരുമാറേണ്ടുന്ന മൃദുലമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയും അങ്ങനെ സഹിച്ചും ക്ഷമിച്ചും മുമ്പോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഈ ദൗത്യത്തിൽ നിനക്ക് വിജയിക്കാനാവൂ. ഈ ദൗത്യ നിർവഹണം അത് സുഗമമായിട്ട് നിർവഹിക്കാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ സഹനം എന്ന് പറയുന്നത് എന്തിൻ്റെ പേരിലാവണം, അല്ലെങ്കിൽ എന്ത് ലക്ഷ്യത്തോടു കൂടിയാവണം? അത് നിൻ്റെ റബ്ബിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്നും ആ അള്ളാഹുവിൻ ഏൽപ്പിച്ച ദൗത്യ നിർവഹണമാണ് ഞാൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുമുള്ള
ഉത്തമ ബോധ്യത്തോടു കൂടി ജനങ്ങളെ അകറ്റാതെ അവരെ അടുപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. അതേപോലെ തന്നെ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന മോശപ്പെട്ട സമീപനങ്ങൾക്ക് കേട് കാണിച്ചുകൊണ്ട് അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഉള്ളൊരു സമീപനമാകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഈ രംഗത്ത് ഉറച്ചു നിൽക്കാൻ കഴിയാതെ വരും. പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന, വിശേഷിച്ചും സമൂഹം താലോലിച്ചു വരുന്ന ആശയങ്ങളോ അതുപോലെ തന്നെ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളോ അതിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഭാഗത്ത് നിന്ന് എതിർ പ്രതികരണം ഉണ്ടാവുക. അവിടെ ക്ഷമാപൂർവം അതിനെ നേരിടാൻ സന്നദ്ധമായില്ലെങ്കിൽ തോറ്റോടുന്ന അവസ്ഥയിലേക്കാണ് എത്തിപ്പെടുക. കാരണം ക്ഷമാപൂർവമല്ലാതിരിക്കുമ്പോൾ സമൂഹവുമായിട്ട് സംഘട്ടനത്തിൽ ഏർപ്പെടേണ്ടി വരും. അങ്ങനെ സംഘട്ടനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ദൗത്യനിർവഹണം സാധ്യമല്ലാതെ വരും. അങ്ങനെ ദൗത്യനിർവഹണം സാധ്യമല്ലാതെ വരുമ്പോൾ ഈ രംഗത്ത് നിന്ന് പിന്മാറാൻ നിർബന്ധിതനാവും. അതുകൊണ്ട് ഈ ദൗത്യനിർവഹണത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനവും നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ഇതാണ് ഫസ്ബിർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ ഈ സഹനം കൈക്കൊള്ളുന്നത് ആരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് വേണം. മനുഷ്യൻ നിഷ്കാമകർമ്മനാവണം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാമമില്ലാത്ത ഒരു പ്രവൃത്തിയും യഥാർത്ഥത്തിൽ മനുഷ്യൻ ചെയ്യണില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ മനുഷ്യന് ഏറ്റവും കാമിക്കാവുന്ന, ആഗ്രഹിക്കാവുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ്റെ നാഥൻ്റെ, അവനെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ, അവൻ്റെ സൃഷ്ടാവിൻ്റെ പ്രീതി നേടിയെടുക്കുക എന്നുള്ളതാണ്. ആ പ്രീതി നേടിയെടുക്കാൻ വേണ്ടി അങ്ങനെ ക്ഷമിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് സ്വാസ്ഥ്യവും സമാധാനവും കൈവരിക. തൻ്റെ ലക്ഷ്യം അത് മറക്കാതെ ലക്ഷ്യബോധത്തോടു കൂടി മുമ്പോട്ട് പോകാൻ കഴിയുക. അതോടുകൂടി മാത്രമേ ഈ ലോകത്ത് മാത്രമല്ല പരലോകത്ത് കൂടി അവന് ഇതിൻ്റെ അന്തിമമായിട്ടുള്ള പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുള്ളൂ. മറിച്ച് അള്ളാഹുവിന് വേണ്ടി, തൻ്റെ രക്ഷിതാവിന് വേണ്ടിയല്ല ക്ഷമ കൈക്കൊള്ളുന്നതെങ്കിലോ, അത് ക്ഷമ എന്ന് മാത്രമല്ല ഏത് പ്രവൃത്തിയായിരുന്നാലും അത് രക്ഷിതാവിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, സൃഷ്ടാവിന് വേണ്ടിയല്ല നിർവഹിക്കുന്നതെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് വരുത്തി വെക്കുക. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സമീപനവും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഇത് നേർക്കുനേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നതെങ്കിലും ഏതൊരു പ്രബോധകനും ബാധകമായിട്ടുള്ള സംഗതിയാണിത്. പൊതുവിൽ മനുഷ്യൻ്റെ സമീപനം എന്ന് പറഞ്ഞാൽ അവന് ദൗർബല്യങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളുടെയും ദൗർബല്യങ്ങളുടെയും ഫലമായി പലപ്പോഴും അവൻ പിന്നോക്കം പോവുകയും ആ പിന്നാക്ക അവസ്ഥയിൽ അവൻ പുതച്ചു മൂടി കിടക്കാൻ, അതായത് അവൻ മടിയനായിട്ട് മുമ്പോട്ട് പോകാനായിരിക്കും ശ്രമിക്കാം. ഇവിടെ മുദ്ദസ്സിർ എന്ന് പറയുമ്പോൾ പുതച്ച് കിടക്കുക എന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെ മാത്രം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഈ ആയത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ സൂറത്തിൻ്റെ ആദ്യ ഭാഗം ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതച്ച് കിടക്കുകയായിരുന്നു എന്നത് അതൊരു സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം മാത്രമാണ്. ഈ പശ്ചാത്തലം മാത്രമല്ല, മനുഷ്യൻ ഊർജ്ജസ്വലനായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന ഒരു സൂചന കൂടി ഈ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് പറയുന്ന പ്രയോഗത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 7 ആയത്തുകളും നമ്മളെടുത്താൽ ഇതിൻ്റെ പദവിന്യാസം അത് വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ്. അതിലെ സജ് അല്ലെങ്കിൽ അക്ഷരപ്രാസം എന്ന് പറയുന്ന സംഗതി, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലി റബ്ബിക ഫസ്ബിർ എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ അവസാന ഭാഗത്തിൽ ഇത് റാ എന്ന അക്ഷരത്തിലാണ് അവസാനിക്കുന്നത്. ഈ 7 ആയത്തുകളും യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വസിയാബക റബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്സിർ വലി റബ്ബിക ഫസ്ബിർ. ഇനി അങ്ങോട്ട് വരുന്നത് ആയത്തുകളെ സംബന്ധിച്ച് പിന്നീട് നമുക്ക് പറയാം. അപ്പോൾ ഈ ഇത്ര മനോഹരമായിട്ടുള്ള
ഈ പ്രയോഗങ്ങൾ അത് അറബി ഭാഷ അറിയുന്ന ഏതൊരാൾക്കും അറിയാം. ഇതിലെ പദവിന്യാസത്തിൻ്റെ മഹത്വവും അതിൻ്റെ സൗന്ദര്യവും അതേപോലെ തന്നെ അതിൻ്റെ ശ്രവണ കേൾക്കുവാനുള്ള അതിൻ്റെ മാധുര്യവും അത് ഹൃദയത്തിലേക്ക് എത്രമാത്രം ആഞ്ഞു തറക്കും എന്നുള്ള കാര്യമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറബി ഭാഷ അറിയുന്ന അറബി സാഹിത്യം അറിയുന്ന ഏതൊരാൾക്കും അറിയാവുന്നൊരു സംഗതിയാണ്. ഇതൊക്കെ ഉണ്ടായിരിക്കെയാണ് ഈ ആയത്തുകൾ അത് നിരർത്ഥകമായിട്ടുള്ള എന്തോ ചില വാക്കുകൾ കൂട്ടിച്ചേർത്ത് എന്തൊക്കെയോ വാരി തുന്നിക്കെട്ടിയതാണെന്നുള്ള നിലക്ക് ഈ നാസ്തികന്മാരായിട്ടുള്ള ജബ്ബാറിനെ പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വില കുറഞ്ഞ ആരോപണങ്ങളും വില കുറഞ്ഞ രീതിയിലുള്ള വിമർശനങ്ങളുമാണ് ഇവർ ഖുർആനിൻ്റെ നേരെ ഉന്നയിക്കുന്നത് എന്ന് ഏതൊരു സാധാരണ വായനക്കാരനും മനസ്സിലാക്കാൻ ബോധ്യപ്പെടുന്ന വിധത്തിലാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ ഭാഗങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് ഒരു വസ്തുതയാണ്. അത് സുമനസ്സുകളായിട്ടുള്ള ആളുകൾക്ക് ബോധ്യം വരുന്നൊരു സംഗതിയാണ്. എന്നാൽ ഖുർആനിനെ വിമർശിക്കുന്ന അതിനെ ഏത് നിലക്കും അതിനെ ഏകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് എത്ര പഥ്യമാവുകയില്ല. അത് അവർ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിലാവട്ടെ അവർക്ക് പക്ഷേ പരാജയപ്പെടുക എന്നുള്ളതല്ലാതെ ഒരിക്കലും വിജയിക്കാൻ കഴിയുകയില്ല. കാരണം ലോകം എന്ന് പറയുന്നത് ഇവരുടെ പിടുത്തത്തിലല്ല. ലോകത്ത് മനുഷ്യർ ഇത്തരം സംഗതികളെ വിലയിരുത്തുകയും അതിൻ്റെ ഉള്ളടക്കം അതിൻ്റെ പദവിന്യാസം തുടങ്ങിയുള്ള ആ പദവിന്യാസത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ ഗാംഭീര്യം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആളുകൾ ഇതൊക്കെ വിലയിരുത്തുകയും ഖുർആൻ വായിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരെയും വിഡ്ഢികളാക്കാൻ എന്തായിരുന്നാലും ഒരു മനുഷ്യന് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ശ്രമിച്ചാൽ സാധ്യമാവില്ല. ചില ആളുകളൊക്കെ അവർക്ക് വിഡ്ഢികളാക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ആളുകളുടെ നാസ്തികരായിട്ടുള്ള ഖുർആൻ വിമർശകരായിട്ടുള്ള ഈ ആളുകളുടെ ഇത്തരത്തിലുള്ള പൊല്ലാപ്പിനൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്.